ചോറിനൊപ്പം ഒരു ചേന ചമ്മന്തി ആയാലോ? ഞാൻ വാവ റോയി, വാവാസ് കുസിലേക്ക് ഏവർക്കും സ്വാഗതം. ചേന മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ, വേറെ കറി വെക്കാനൊന്നുമില്ല. ഒരു ചട്നി അങ്ങോട്ട് ഉണ്ടാക്കി നോക്കിയേ. നല്ല ടേസ്റ്റായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. അതിൽ ചേർക്കുന്ന ഐറ്റംസ് നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഒന്ന് കാണുക. വേറെ ഇതേപോലെ ചട്നികൾ ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടോ? ഇതെല്ലാം കണ്ട് അതേപോലെ ഉണ്ടാക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് ഒരു പീസ് ചേന ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇത് നമുക്ക് ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ചേന തുറക്കാം. ഇതേ നമ്മുടെ ചേന വെന്തു. ഇനി നമുക്കിത് ഗ്യാസ് ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കണം. ഓക്കെ, ഇത് നിരത്തി വെക്കാം, തണുക്കട്ടെ. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടി കാണുക. ഇതിൽ ഇടുന്ന ഓരോ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ശ്രദ്ധയോടുകൂടി വാച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതൊന്ന് തണുക്കട്ടെ. ഈ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇതിനൊരു ബൗള് തേങ്ങ ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഞാൻ കാന്താരി ഇട്ട് കൊടുക്കുന്നത്. കാന്താരി ഇട്ട് കൊടുക്കുക. 3-4 പീസ് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതാണ്ട് ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഇതെൻ്റെ ഒരു പേസ്റ്റായിരിക്കുന്നത്, അതുകൊണ്ട് 1 സ്പൂൺ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ വേവിച്ച ചേനയില്ലേ, അത് ഇതിനൊരു ബൗള് ഇട്ട് കൊടുക്കുക. ഈ കപ്പിന് ഒരു 1/4 കപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു 2 സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് വൃത്തിയായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. ആ ചട്നി നമ്മൾ ഫൈനായിട്ട് അരച്ചു. ഇനി നമുക്കൊരു ബൗളിലോട്ട് ഇടാം. വ്യത്യസ്ത രീതിയിലുള്ള ഒരു ചേന വെച്ചുള്ള ചമ്മന്തി. നല്ല ടേസ്റ്റാണ്. വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെജിറ്റബിൾ എന്തോ ഉണ്ടെന്ന് നോക്കുക. ചേന ഉണ്ടെങ്കിൽ എടുക്കുക, 1 പീസ് എടുക്കുക. തേങ്ങയും ബാക്കി കാര്യങ്ങളും എല്ലാം കൂടെ അങ്ങോട്ട് ചേർത്ത് നല്ലൊരു ചട്നി ഉണ്ടാക്കുക. ഇപ്പോഴത്തെ ചോറിനൊപ്പം നമുക്ക് ചേന വെച്ചൊരു ചട്നി ഉണ്ടാക്കി കഴിക്കാം. ഇതേപോലെ ഞാൻ കുറേ ചട്നികൾ ഇട്ടിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഉണ്ടാക്കിയോ ഇല്ലെങ്കിൽ ഉണ്ടാക്കി അതിൻ്റെ ടേസ്റ്റൊക്കെ അറിഞ്ഞിട്ട് കമൻറ്റ് ചെയ്യണം. ഇനിയും നല്ല ഇതേപോലെ ചട്നിയോ ഏതെങ്കിലും നല്ലൊരു വിഭവമായി ഞാൻ കടന്നു വരുന്നിടം വരെ ഏവർക്കും താങ്ക്സ്.